കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇന്നലെ നമ്മൾ ചിന്തിച്ചതായ വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 8-ാം വാക്യമായിരുന്നു. ഞാൻ ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിക്കുന്നു. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. പിതാവിന് നമ്മൾ മഹത്വം കൊടുക്കുമ്പോൾ മാത്രമേ ആ ശിഷ്യത്വത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയത്തുള്ളൂ. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് തൻ്റെ പിതാവിന് തൻ്റെ ജീവിതം കൊണ്ട് നൽകിയതായ ഫലത്താൽ അവൻ മഹത്വം കൊടുത്തു. ഗെത്സമനയിലെ പ്രാർത്ഥനയിൽ നമുക്കറിയാം, കർത്താവ് യേശുക്രിസ്തു തൻ്റെ മനുഷ്യത്വത്തിൽ പ്രാർത്ഥിക്കുക. യേശു അവിടെ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന പ്രാർത്ഥനാവാചകം നമ്മളൊന്ന് ശ്രദ്ധിക്കണേ. യേശു പറയുന്നു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. അവിടെ ഒരു സെമി കോളനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ അർത്ഥം യേശു പ്രാർത്ഥിച്ചിട്ട് അല്പനേരം ഒന്ന് വെയിറ്റ് ചെയ്തു. പിതാവിൽ നിന്നൊരു മറുപടി. മനുഷ്യത്വത്തിൽ യേശു ആഗ്രഹിച്ചത്, ഞാൻ അല്പസമയം ഈ പാനപാത്രം ഒന്ന് നീക്കാം. പക്ഷേ അതല്ല ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഹിതത്തെ ഊന്നിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന യേശുവിനെ, അതുവഴി പിതാവിന് മഹത്വം കൊടുക്കുന്ന യേശുവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിൻ്റെ ആ ക്രൂശീകരണം വളരെ വേദനാജനകമായിരുന്നു. യേശുക്രിസ്തു അനുഭവിച്ച ഒറ്റപ്പെടലുകൾ, യേശുക്രിസ്തു അനുഭവിച്ചതായ തിരസ്കരണങ്ങൾ എല്ലാം തന്നെ വേദനാജനകമായിരുന്നു. ഒരുപക്ഷെ ക്രൂശിൽ താൻ ഏറ്റതായ ആണുകളെക്കാളും വളരെ വേദന സമ്മാനിച്ചതായിരുന്നു യേശുക്രിസ്തു അനുഭവിച്ച തിരസ്കരണവും അപമാനങ്ങളും. പക്ഷേ ആ ഫലമെല്ലാം തന്നെ പിതാവിന്റെ മഹത്വത്തിന് കാരണമായി തീർന്നു. കർത്താവ് യേശുക്രിസ്തു 3-ാം ദിവസം കല്ലറകളെ ഭേദിച്ചുകൊണ്ട് ഉയർത്തുന്നിട്ടപ്പോൾ അത് പിതാവിന്റെ മഹത്വമായി തീർന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതം ദൈവത്തിന് ഒരു മഹത്വമായി തീരുവാൻ ഏൽപ്പിക്കുന്നുവെങ്കിൽ നാം വളരെ ഫലം കായ്പാൻ ഇടയായിത്തീരും. ഇത് നമ്മൾ 9-ാം വാക്യത്തിലേക്ക് കടന്നു വരികയാണ്. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. കർത്താവ് യേശുക്രിസ്തു ഇവിടെ പറയുന്നത്, ഞാൻ നിങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. ആ ഉദാഹരണം എന്ന് പറയുന്നത്, യേശു ഒരിക്കലും ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നല്ല പറയുന്നത്. ഒരു ഭർത്താവ് ഭാര്യയെയോ ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നല്ല യേശു പറയുന്നത്. അപ്പോൾ യേശു വളരെ വ്യക്തമായിട്ട് ഉദാഹരിക്കുന്നതായ ഉദാഹരണം എന്ന് പറയുന്നത്, പിതാവ് തന്നോട് കാണിക്കുന്ന സ്നേഹത്തെയാണ് യേശു ഉദാഹരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, എത്രമാത്രമാണ് പിതാവിൻ്റെ സ്നേഹം യേശുവിനോട് ഉണ്ടായിരുന്നത്. അതിൻ്റെ അർത്ഥം ലോകത്തിലുള്ള മറ്റേത് സ്നേഹത്തെക്കാളും ഏറ്റവും മൂല്യമുള്ള സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്നുള്ളതാണ്. പിതാവിൻ്റെ സ്നേഹം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. കാരണം യേശുക്രിസ്തുവിൻ്റെ പബ്ലിക് ലൈഫിനെ കുറിച്ച് നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ പബ്ലിക് മിനിസ്ട്രിയെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ യേശുക്രിസ്തുവിന് പിതാവായി ദൈവത്തോടുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ അറിവൊന്നും നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നില്ല. പക്ഷേ യേശു ഈ പറയുന്ന ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ സ്നേഹിച്ചതെന്ന്. കാരണം യേശു എങ്ങനെയാണ് തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിച്ചതെന്ന് നമുക്ക് വളരെ എവിഡൻ്റായിട്ട് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെയാണ് പിതാവായ ദൈവം പുത്രനെ സ്നേഹിച്ചതും. എങ്ങനെയാണ് യേശു ശിഷ്യന്മാരെ സ്നേഹിച്ചത്? നമുക്കറിയാം, യേശു അവരെ പഠിപ്പിച്ചു, യേശു അവരെ ഗൈഡ് ചെയ്തു, യേശു അവരെ ശുശ്രൂഷിച്ചു, യേശു അവരെ സ്നേഹിച്ചു. യേശു തൻ്റെ അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും തൻ്റെ അധികാരത്താലും അവർക്കായി അവർക്ക് മുമ്പിൽ യേശു അത്ഭുതങ്ങളെയും അടയാളങ്ങളും ചെയ്യുവാനിടയായി തീർന്നു. ഞാൻ ചിന്തിക്കുന്നു, ഏതാണ്ട് ഇതേപോലെ തന്നെ ആകാം പിതാവായ ദൈവം യേശുവിനെ സ്നേഹിച്ചത്. യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ പിതാവായ ദൈവം യേശുവിനെ ഗൈഡ് ചെയ്ത് കാണും, പിതാവായ ദൈവം യേശുവിനെ പഠിപ്പിച്ചു കാണും, പിതാവായ ദൈവം തൻ്റെ അധികാരത്തെ യേശുവിന് കൈമാറിയിട്ടുണ്ട്. പിതാവായ ദൈവം യേശുവിനെ ഒരു അഭൗമിക വ്യക്തിയായി ജനത്തിനു മുമ്പാകെ നിർത്തുവാൻ ഇടയായി തീർന്നു. ഇതെല്ലാം തന്നെ പിതാവായ ദൈവം പുത്രനെ സ്നേഹിച്ചതിൻ്റെ ഉദാഹരണങ്ങളാണ്. അതേപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഞാനും നിങ്ങളെ അങ്ങനെയാണ് സ്നേഹിക്കാൻ പോകുന്നത്. അതിനർത്ഥം നിങ്ങളെയും ഞാനും അതുപോലെ പഠിപ്പിക്കും, നിങ്ങളെയും ഞാൻ അതുപോലെ വഴി നടത്തും, നിങ്ങളെയും ഞാൻ ദൈവത്തിൻ്റെ അധികാരത്താലും ദൈവത്തിൻ്റെ ശക്തിയാലുമുള്ള അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. ഇങ്ങനെയൊക്കെയാണ് കർത്താവ് യേശുക്രിസ്തു ഉദാഹരണമായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ സ്നേഹം എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.
പക്ഷേ ആ സ്നേഹം നാം അനുഭവിക്കണമെങ്കിൽ നാം അവൻ്റെ സ്നേഹത്തിൽ വസിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് 9-ാം വാക്യത്തിൻ്റെ ആ അവസാന ഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ എന്നുള്ളത്. നോക്കിക്കേ, കർത്താവ് യേശുക്രിസ്തുവിൽ സ്നേഹം മാത്രമായിരുന്നില്ലല്ലോ, ധാരാളം മറ്റ് വിശേഷണ ഗുണങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. ആ ഗുണങ്ങളിൽ വസിക്കണമെന്നല്ല യേശു ആവശ്യപ്പെടുന്നത്. അത് നല്ല വ്യത്യസ്തമായിട്ട് യേശു പറയുന്നു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ എന്നുള്ളത്. ഇത് നമുക്കറിയാം, ആളുകൾക്കൊക്കെ ഇഷ്ടം യേശു ചെയ്ത അത്ഭുതങ്ങളാണ്, യേശു ചെയ്ത അടയാളങ്ങളാണ്, യേശു പറഞ്ഞതായ ഉപമകളും യേശു പഠിപ്പിച്ചതായ പഠിപ്പിക്കലുകളുമാണ്. പക്ഷേ അതിൽ വസിക്കാനല്ല യേശു നമ്മളോട് ആവശ്യപ്പെടുന്നത്. യേശു നമ്മളോട് പറയുന്നത് നാം അവൻ്റെ സ്നേഹത്തിൽ വസിക്കണമെന്നുള്ളതാണ്. ഈ സ്നേഹവും മറ്റ് വിശേഷണ ഗുണങ്ങളൊക്കെ വളരെ വ്യത്യാസമുണ്ട്. പക്ഷെ സ്നേഹമെന്ന് പറയുന്നത് വളരെ അമൂല്യമായ ഒരു കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, എനിക്ക് പ്രവചനവരമുണ്ടായിട്ടും, എനിക്ക് രോഗശാന്തി വരമുണ്ടായിട്ടും, എനിക്ക് ഇന്ന വരങ്ങളെല്ലാം ഉണ്ടായിട്ടും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഓക്കെ, സ്നേഹമാണ് ഏറ്റവും വലുത്. കർത്താവ് യേശുക്രിസ്തുവിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ, അവൻ്റെ സ്നേഹത്തിൽ വസിക്കാൻ കഴിഞ്ഞാൽ, കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഞാനും നിങ്ങളെ എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കും. ഇത്രയും വലിയ സ്നേഹം ലോകത്തിൽ ആർക്കും തരുവാൻ കഴിയത്തില്ല. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങൾ മനസ്സിലാക്കുന്നു, കർത്താവേ, ദൈവത്തിൻ്റെ സ്നേഹത്തിന് തുല്യമായി ലോകത്തിൽ ഒരു സ്നേഹവുമില്ല. അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങൾ വസിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ ശിഷ്യന്മാരായി തീരുമെന്നും, പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുമെന്നുള്ള ആ വലിയ ഉറപ്പ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വാസ്തവമായിട്ടും തങ്ങളെ തന്നെ ശ്രദ്ധിക്കാനല്ല, തങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യാനല്ല, കർത്താവെ, പിതാവായ ദൈവത്തിന് മഹത്വമാകുമാറ് ജീവിപ്പാൻ എന്നെ കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വസിച്ച് പിതാവ് ദൈവം പുത്രനെ സ്നേഹിച്ചതുപോലെ ആ ദൈവസ്നേഹം അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.